ജർമ്മനിയിലെ സോലിംഗനിൽ കത്രി ആക്രമണത്തിൽ 3 മരണം. നഗരവാർഷികാഘോഷത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. അക്രമിക്കായി തെരച്ചിൽ തുടരുന്നു. വിശദാംശങ്ങളുമായി മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, എങ്ങനെയാണ് സോലിംഗൻ നഗരത്തിലെ ഇപ്പോഴത്തെ നിലവിലെ പശ്ചാത്തലം? കാളിദാസ് വെസ്റ്റേൺ ജർമ്മൻ നഗരമായിട്ടുള്ള സോളിംഗനിൽ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കത്തി ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യവേട്ട എന്ന് തന്നെ ഈ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള സംഗീത നിശയ്ക്ക് ഇടയിലുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരത്തിലാണ് ഒരു കത്തി എന്ന് കരുതുന്ന ഒരു ആയുധം കൊണ്ട് ഒരു വ്യക്തി വരികയും തുടരെ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇതിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും സോളിംഗൻ എന്ന് പറയുന്നത് വ്യാവസായിക നഗരമാണ്. അവിടെ ഇത്തരത്തിലുള്ള സൗജന്യമായിട്ടുള്ള ആഘോഷങ്ങൾ സംഗീത നിശയും അടക്കം നടക്കുന്നതാണ്. അതിൽ ഈ നഗരവാർഷിക ആഘോഷത്തിൻ്റെ 650-ാം വാർഷികം നഗരനിർമ്മിതിയുടെ 650-ാം വാർഷികാഘോഷത്തിനായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ എല്ലാവരും ഈ സംഗീത നിശ ആസ്വദിക്കുകയായിരുന്നു. അതിനിടയിൽ, അതായത് ഒരു ഫ്രീ ഇവൻ്റ് കൂടി ആയതുകൊണ്ട് നിരവധി ആളുകൾ, കണക്കുകളില്ലാത്ത ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ എല്ലാവരും പരിഭ്രാന്തരാകുകയും വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിലിപ്പോൾ 3 പേർ മരിച്ചിട്ടുണ്ട്. 4 പേർക്ക് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അതിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ളത് സംശയമുണ്ട് എന്നുള്ളതാണ്. ഒരു അറബ് ലുക്കിംഗ് മാൻ, അതായത് അറബ് വേഷധാരിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദൃക്സാക്ഷികളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സോളിംഗൻ മേയറും ഈ ഒരു ആക്രമണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആക്രമണം നടന്നതായിട്ടൊരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആഘോഷ നിറവിലായിരിക്കേണ്ട ഒരു നഗരത്തെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം കൊണ്ട് വലിയ തരത്തിൽ അത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ സോളിംഗൻ മേയർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അക്രമിക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു ടാസ്ക് ഫോഴ്സിനെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് നഗരത്തിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ ഈ അക്രമിയെ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് ആക്രമണ കാരണം എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു മനുഷ്യക്കുരുതി, അത് മനുഷ്യവേട്ട തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒരാൾ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ സംഗീത നിശ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും കത്തിയെന്ന് സംശയിക്കുന്ന ആയുധം കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് കരുതുന്നു. ശരി, ജർമ്മനിയിലെ സോലിംഗനിൽ കത്തിയാക്രമണത്തിൽ 3 മരണമാണ്. നഗരവാർഷികാഘോഷത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. അക്രമിക്കായി തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളാണ് മേഘന മുരളി നൽകിയത്.